പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ തീരുമാനവുമായി അഞ്ജലി മുന്നിലേക്ക് പോവുകയാണ്. ഇനിയൊരിക്കലും തൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അഞ്ജലി. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മനു പകച്ചു പോകുന്നു. ഇതോടെ മനു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താൻ ഇനി മറ്റൊരാളെയും തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മനുവാണ്. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവ്. അയാൾക്കല്ലാതെ മറ്റൊരാൾക്കും എൻ്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അവൾ. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മനു എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. നീ പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ? മനു ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ഇത്രയും നാൾ ഇരുട്ടിലായിരുന്നു. എന്താണ് ജീവിതത്തിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ബുദ്ധി നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മനു മാത്രമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. മറ്റാരെയും ഇനി താൻ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യം അറിയുന്ന മനു എന്തൊക്കെയാണ് അഞ്ജലി പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇത് ഞാൻ ഇപ്പോൾ വളരെയധികം ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഇനി ഞാൻ ഒരിക്കലും പിറകോട്ട് പോവുകയില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ. മനു ഇനിയെന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. മാത്രവുമല്ല, മനുവിൻ്റെ ഫാമിലി എൻ്റെയും ഫാമിലിയാണ്. ഒരിക്കലും ഞാൻ ഇനി മനുവിനെ വിട്ടുപോവുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതം ഇവിടെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് അഞ്ജലി. ഇത് കേൾക്കുന്ന മനു തൽക്കാലത്തേക്ക് ഇവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോൾ അഞ്ജലി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് സൂര്യയെ ചെന്ന് കാണുന്ന മനു, നീ പേടിക്കണ്ടടാ, കാര്യങ്ങളെല്ലാം ശരിയാകും. ഇപ്പോൾ അവളുടെ മാനസിക സ്ഥിതി ശരിയല്ല, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. കുറച്ച് കഴിയട്ടെ, എല്ലാം ശരിയാകും. നിന്റെ കൂടെ വരുന്നതിനുള്ള തീരുമാനം അവൾ എടുക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്ന സൂര്യ, എന്തായാലും അവൾ കാര്യങ്ങൾ പറയട്ടെ, അതുവരെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. മനു പിറ്റേന്ന് അഞ്ജലിയെ ചെന്ന് കണ്ട് സംസാരിച്ചതിനെ തുടർന്ന് അഞ്ജലിയോട്, ഇന്നലെ പറഞ്ഞത് നീ വല്ലതും ഓർക്കുന്നുണ്ടോ? നീ ഓർമ്മയില്ലാതെ എന്തൊക്കെയാ ഇവിടെ വിളിച്ചു പറഞ്ഞത് അല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന അഞ്ജലി, ഞാൻ ഓർമ്മയില്ലാതെ ഒന്നും തന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ വളരെയധികം ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. ഞാൻ ഇനി മനുവിൻ്റെ ഭാര്യയായി തന്നെ ഈ വീട്ടിൽ താമസിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് മനു. ഇനി മനു എൻ്റെ ഭർത്താവാണ്, അത് എല്ലാ നിലയിലും. അതുകൊണ്ട് തന്നെ മനുവിന് എല്ലാ രീതിയിലും എന്നിൽ അവകാശവും
അധികാരവും ഉണ്ടായിരിക്കും. മറ്റൊരാൾക്കും ഇനി ആ അധികാരം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ് അഞ്ജലി. ഇതേ തുടർന്ന് സൂര്യ അഞ്ജലിയെ ചെന്ന് കാണുകയാണ്. അഞ്ജലി, എനിക്ക് തെറ്റുപറ്റി. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. വരൂ, നമുക്ക് ഒന്നിച്ച് വീണ്ടും ജീവിതം ആരംഭിക്കാം. ഇത് കേൾക്കുന്ന അഞ്ജലി പുച്ഛത്തോടെ നോക്കുകയാണ് സൂര്യയെ. നിന്നെ എനിക്ക് വേണ്ട. നിന്നെ ഞാൻ എന്നേക്കുമായി ഒഴിവാക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. അത് നീ വേഗം മനസ്സിലാക്കണം. പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാൻ നീ നോക്കേണ്ടതില്ല. ഞാൻ എല്ലാം ഇവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നീ എന്നെ മനുവിൻ്റെ ഭാര്യയായി മാത്രം കണ്ടാൽ മതി. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുകയാണ് അഞ്ജലി. ഇതോടെ സൂര്യ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ തിരിച്ചറിയുന്ന മനു ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്നു. പക്ഷേ മനുവിൻ്റെ കാര്യത്തിൽ ഇതേ തുടർന്ന് ഇടപെട്ടു തുടങ്ങുകയാണ് അഞ്ജലി. ഞാൻ നിന്റെ ഭാര്യയാണ്. നിന്നിൽ എനിക്കും അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അഞ്ജലി ഇതേ തുടർന്ന് വീട്ടിലെ കാര്യങ്ങളും നിയന്ത്രിച്ചു തുടങ്ങുന്നു. പക്ഷേ അപ്പോഴാണ് പുതിയ തിരിച്ചടിയുമായി പ്രഭ മുന്നിലേക്ക് കടന്നു വരുന്നത്. വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രണയം പൊളിച്ചെടുക്കുക എന്ന് ഉറപ്പിക്കുന്ന പ്രഭ ഇതേ തുടർന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അഞ്ജലിയുടെയും അതുപോലെ തന്നെ പ്രകാശിൻ്റെയും പ്രണയം. പക്ഷേ അഞ്ജലി എനിക്ക് അങ്ങനെയൊരു പ്രണയം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ഞാൻ മനുവിൻ്റെ ഭാര്യയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു പ്രഭയുടെ തന്ത്രങ്ങൾക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.